ഈ വീഡിയോയിൽ കുറേ നിർണായകമായിട്ടുള്ള ഗ്ലോബൽ ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ അതിൽ സ്ലോവാക്യയുടെ പ്രൈം മിനിസ്റ്റർ റോബർട്ട് ഫിക്കോ പറഞ്ഞിരിക്കുന്നത് 90 ബില്യൺ യൂറോ ലോൺ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കാണ്? ഉക്രൈന് 90 ബില്യൺ ലോണൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അതിന് എനിക്ക് സമ്മതമല്ല എന്നുള്ളത് വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പ്രൈം മിനിസ്റ്റർ. അതുപോലെ തന്നെ ഹംഗറിയിലെ വിക്ടർ ഓർബണിനും ഇതേ നിലപാടാണ്. അപ്പോൾ യൂറോപ്പിൽ പലർക്കും ഇതിനോട് വിയോജിപ്പുണ്ട്. കാരണം ഉക്രൈൻ യൂറോപ്യൻ യൂണിയനിൽ പെട്ട ഒരു രാജ്യമല്ല എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. നിങ്ങൾ ആയുധങ്ങൾ കൊടുക്കൂ, നിങ്ങൾ എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കൂ, മോറൽ സപ്പോർട്ട് കൊടുക്കൂ, നിങ്ങൾ യുദ്ധത്തിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കൂ, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ യൂറോപ്യൻ യൂണിയനിൽ കിടക്കുന്ന പൈസ എടുത്ത് അതിലും 90 ബില്യൺ യൂറോ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തന്നെ പല രാജ്യങ്ങൾക്കും ഫണ്ട് ആവശ്യമുള്ള രാജ്യങ്ങൾ ഒരുപാടുണ്ട്. ആ രാജ്യങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഉക്രൈന് ഈ ഫണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് റോബർട്ട് ഫിക്കോയുടെ നിലപാട്. വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് ഇന്ത്യക്കെതിരെ ഫ്രാൻസിൽ നിന്നും ഉണ്ടായ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യക്കെതിരെ തന്നെ പറയാം, കാരണം അത് വേറൊന്നും കൊണ്ടല്ല. ഗ്ലോബൽ സൗത്തിനെതിരെയുള്ള നിലപാടാണ് ഫ്രാൻസ് എടുത്തത്. ഫ്രാൻസിൽ പാരീസിൽ വെച്ചിട്ട് ഒരു ഗ്ലോബൽ സബ്മിറ്റ് നടക്കുന്നുണ്ട്. അപ്പം അതിൽ പങ്കെടുക്കാൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ അവിടെ എത്തിയിട്ടുണ്ട്. ജയശങ്കറെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഫ്രഞ്ച് ഫോറിൻ മിനിസ്റ്റർ ജീൻ നോയൽ ബാരറ്റ്, പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് ഞങ്ങളത് വരുന്ന ജനുവരി 27 വലിയൊരു മീറ്റിംഗ്, അതായത് യൂറോപ്പിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ജർമ്മനി, ഫ്രാൻസ്, പോളണ്ട് ഇതിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ഈ ജനുവരി 27 ശേഷം ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെ ഞങ്ങളൊരു എഗ്രിമെന്റ്, ഒരു ജോയിന്റ് എഗ്രിമെന്റ്, ആ ഒരു ജോയിന്റ് എഗ്രിമെന്റിൽ ഇന്ത്യയുമായിട്ടുള്ള ഫ്രീ ട്രേഡ്, അത് പ്രത്യേകിച്ച് ട്രേഡ്, ഡിഫൻസ്, സെക്യൂരിറ്റി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വളരെ നിർണായകമായിട്ടുള്ള എഗ്രിമെന്റുകൾ ഒപ്പിടാൻ തയ്യാറായിരിക്കുന്ന സാഹചര്യത്തിലാണ് മുഖവുരയായിട്ട് ഈ വിഷയങ്ങൾ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഫ്രാൻസിന്റെ നിലപാട്, വിയോജിപ്പ്, ഗ്ലോബൽ സൗത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ എടുക്കുന്ന നിലപാടുകളെ നിരുപാധികം തള്ളിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ സൗത്ത് എന്ന് ആവർത്തിച്ച് 2, 3, 4 പ്രാവശ്യം ഇന്ത്യ പല വേദികളിൽ ഗ്ലോബലി തന്നെ ഈ ഗ്ലോബൽ സൗത്തിനെ ഉയർത്തി കാണിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഫ്രാൻസിന്റെ സൈഡിൽ നിന്നും ഇന്ത്യക്ക് കിട്ടുന്ന ഒരു ഡിപ്ലോമാറ്റിക് സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ തന്നെയാണ് ഈ സ്റ്റേറ്റ്മെന്റിനെ കണക്കാക്കാൻ കഴിയുന്നത്. ഇനി എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ എന്തെങ്കിലും മറുപടി കൊടുക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഈ ഗ്ലോബൽ സൗത്ത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഓരോ രാജ്യങ്ങൾക്കും ഇൻഡിവിജ്വൽ ആയിട്ട് താല്പര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് അവർക്ക് നെഗോഷിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. അത് വ്യാപാരമായിക്കോട്ടെ, ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായാലും അത് അങ്ങനെ തന്നെയാണെന്നാണ് ജീൻ നോയൽ ബാരറ്റ് പറയുന്നത്. അപ്പോൾ അത് ഫ്രാൻസിന്റെ നിലപാടാണ് വ്യക്തമാക്കുന്നത്. ഫ്രാൻസും യൂറോപ്പും ഇവരൊരുമിച്ച് ഈ ഗ്ലോബൽ സൗത്തിനെ എതിർക്കും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഈ ഫ്രാൻസ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളെയും കംപ്ലീറ്റ് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ അവർക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ഫ്രാൻസ് ചെയ്തു കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ആ ഒരു ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ചൈന മത്സരിച്ച് ശ്രമിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ അതേ സാഹചര്യത്തിൽ ഇപ്പം അതിനേക്കാളും ബെറ്റർ ക്വാളിറ്റിയിലും അതിനേക്കാളും ബെറ്റർ പ്രൈസിലും ഇന്ത്യയും അവിടെ അവൈലബിൾ ആക്കുന്നുണ്ട്. അതിന് നമ്മുടെ ബജാജ് ഓട്ടോ പോലത്തെ അതിന് നമ്മളുടെ പല കമ്പനികളും, ഓട്ടോ, ബൈക്ക്, ഇതേപോലത്തെ പല സാധനങ്ങളും ഇപ്പം ഇന്ത്യക്കുള്ളിൽ നിന്നും ഏറ്റവും കൂടുതൽ ആഫ്രിക്കയുടെ ഉള്ളിലേക്ക് സെയിൽ നടക്കുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള മറ്റു പല ആവശ്യങ്ങളും ഈ ചൈന, ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഈ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ആവശ്യം അവർക്ക് ഇല്ല എന്നുള്ള തോന്നൽ വന്നതിനെ തുടർന്നാണ് ശരിക്കും ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒരു റെവല്യൂഷൻ എന്നുള്ള നിലയിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഗ്ലോബൽ സൗത്തിനെ നമ്മൾ ഇങ്ങനെ തന്നെ വളരാൻ വിട്ടു കഴിഞ്ഞാൽ, ഇത് ഒരു പരിധി കഴിഞ്ഞാൽ ഇത് അതിരുവിടും, നമുക്ക് ഒരു രീതിയിലും ആഫ്രിക്കയുടെ ഉള്ളിൽ ഒരു സ്വാധീനമില്ലാത്ത അവസ്ഥ ഇത് സൃഷ്ടിക്കുമെന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഫ്രാൻസ് ഈ നിലപാടെടുത്തിരിക്കുന്നത്. അമേരിക്ക, ഇന്ത്യ പ്രവർത്തിക്കുന്ന ബ്രിക്സ് എന്ന് പറഞ്ഞ സംഘടനയെ ശക്തമായ രീതിയിൽ എതിർക്കുമ്പോൾ, യൂറോപ്പ് മറ്റൊരു സൈഡിൽ ഇന്ത്യ പങ്കാളിത്തം വഹിക്കുന്ന ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞ ആ ഒരു മേഖലയെ കൃത്യമായി തടയിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. അപ്പൊ രണ്ട് സൈഡിൽ നിന്നും കൃത്യമായിട്ടുള്ള ടാർഗറ്റ് വെസ്റ്റേൺ രാജ്യങ്ങൾ സെറ്റ് ചെയ്ത് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഇത് ജിയോ പൊളിറ്റിക്സിൽ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതേ രീതിയിൽ മാധ്യമങ്ങൾ പലതും ഇത് വായിച്ചെടുക്കാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇതിന്റെ പുറകിലുള്ള ഹിഡൻ അജണ്ട ഇതാണ്. അപ്പം ഇന്ത്യ വളരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ചാലഞ്ചസും ഏറ്റവും കൂടുതലായിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ ചാലഞ്ചസിനെ മറികടന്നുകൊണ്ട് വേണം നമ്മൾ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ. അപ്പൊ അത് ഇന്ത്യ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു റൂട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള റൂട്ടാണ്, സ്ട്രെയിറ്റ് പാത്താണ്. പക്ഷേ തടസ്സങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ തടസ്സങ്ങളെല്ലാം മറികടന്നുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ, അല്ലാതെ ഒരു കഷ്ടപ്പാടുമില്ലാണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് മണ്ടത്തരമാണ്. ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ ഒരുപാട് ഡീലുണ്ട്, ഡിഫൻസ് ഡീലുകളുണ്ട്. അവരുടെ റഫേൽ ഫൈറ്റർ ജെറ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ കൂടി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുമായിട്ട് 68 അപ്പാഷെ ഹെലികോപ്റ്റർ മേടിക്കാൻ വേണ്ടിയിട്ട്
പ്രൈം മിനിസ്റ്റർ മോദി ട്രംപിനെ വിളിച്ച് കാല് പിടിക്കുന്നതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു വെക്കുകയുണ്ടായി. എല്ലാ രാജ്യങ്ങളെയും കളിയാക്കുന്ന ഒരു അവസ്ഥയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പെരുമാറുന്നത്. വളരെ സില്ലി ആയിട്ടും അപമാനിച്ചുകൊണ്ട് അവരെന്റെ കാല് പിടിക്കുന്നു, അവർ ബെഗ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് പറയുന്നത്. അതായത് തലക്കനത്തിന്റെ അങ്ങ് അറ്റം ആ രീതിയിലാണ് ട്രംപ് മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ചും വെനിസുലയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്ന നിക്കോളസ് മദുറോവിനെ പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് വേറൊരു തലത്തിലാണ് നിൽക്കുന്നത്. വേറൊരു തലത്തിൽ അയാൾ സ്വയമേ വിചാരിച്ചങ്ങനെ നിൽക്കുകയാണ്, അല്ലാതെ ആരും അങ്ങനെ ആക്കി വെച്ചതല്ല. നൊബേൽ പ്രൈസ് എനിക്ക് തന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഇന്നലെ രേഖപ്പെടുത്തുകയുണ്ടായി. അമേരിക്കയുടെ ഡിഫൻസ് പ്രോഡക്റ്റ് അതിന് വളരെ മൂല്യമുണ്ട്. ഇതാ ഇന്ത്യയെ നോക്കൂ, 68 ഹെലികോപ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പുറകിൽ നിൽക്കുകയാണ് എന്നുള്ള നിലയിലൊക്കെയാണ്. അതായത് അവരുടെ ഡിഫൻസ് മേഖലയെ ശക്തിപ്പെടുത്തി അവരുടെ ഡിഫൻസ് പ്രോഡക്റ്റിന്റെ ആധികാരികത ഉറപ്പിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകളായിരുന്നു പറഞ്ഞു വെച്ചത്. എനിവേ, ഇപ്പൊ അമേരിക്കയുടെ ഉള്ളിൽ അടുത്തൊരു വിഷയം സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഇന്നലെ അവര് ശരിക്കും അമേരിക്കൻ പൗരയല്ല, ആദ്യമേ അമേരിക്കൻ പൗരെന്നാണ് പറഞ്ഞു വെച്ചിരുന്നത്. ഈ ലേഡിയെ അവിടുത്തെ ഐ സി സെക്യൂരിറ്റി വിങ് ആണ്, ഹോംലാൻഡ് സെക്യൂരിറ്റീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം. ഇവര് ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവർ ഫെഡറലിന്റെ കീഴിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ ഇമിഗ്രന്റുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വീടാന്തരം പോയിട്ട് ഇല്ലീഗൽ ഇമിഗ്രന്റുകളെ കണ്ടെത്തി അവരെ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്താണോ അത് തുടരുക, ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റുക, ഇമാതിരിയുള്ള പ്രവൃത്തികളാണ് ഇവർ ചെയ്യുന്നത്. ഈ IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് എന്നാണ്. ലോ ആൻഡ് ഓർഡറിന്റെ കീഴിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസറെ ഇടിക്കാൻ വേണ്ടി വാഹനം എടുത്തു എന്നുള്ള നിലയിലുള്ള ആരോപണമാണ് ഇപ്പം ഗവൺമെന്റ് ഉന്നയിക്കുന്നത്. അമേരിക്കൻ ഭരണകൂടം തികച്ചും ഈ എൻഫോഴ്സ്മെന്റ് ഓഫീസർക്ക് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. അവര് തികച്ചും മറ്റേ ഇമിഗ്രന്റുകൾക്ക് സപ്പോർട്ടല്ല. ഇമിഗ്രന്റ് ആയതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ, മിനിയാപോളിസിലാണ് ഈ ഒരു സംഭവം നടന്നത്. അപ്പൊ ആ ഏരിയയിൽ ഒരുപാട് ഇല്ലീഗൽ ഇമിഗ്രന്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ IC ഓഫീസർമാർ അവിടെ എത്തിയപ്പോഴത്തേക്കും ഈ ലേഡി വാഹനം വെച്ച് ഇവരെ തടയാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അലിഗേഷൻ. ഇപ്പോഴാണ് അവർ പറയുന്നത് ഇങ്ങനെ. ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ സൈഡിൽ നിന്നാണ് ഈ രീതിയിലുള്ള വിശദീകരണങ്ങളൊക്കെ പുറത്തു വരുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപും ഈ ലേഡിയെ തന്നെയാണ് കുറ്റം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ലേഡി വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ ഇവിടെ ഫൂട്ടേജ് വെക്കുന്നതുകൊണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അവർ വണ്ടി വളച്ചെടുത്തുകൊണ്ട് പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെ മഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പൊ ഈ മഞ്ഞിന്റെ ഇടയിൽ കൂടെ ഇവര് ഇങ്ങനെ വണ്ടി വളച്ചെടുത്തുകൊണ്ട് പോവാണ്. അപ്പൊ ഈ വളച്ചെടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഈ പോലീസ് ഓഫീസറെ ഇടിക്കാൻ വേണ്ടി വണ്ടി എടുക്കുന്നതായിട്ട് ധരിച്ചുകൊണ്ട് ഇയാൾ വെടിവെച്ചു എന്നുള്ളതാണ് അവസാന കണ്ടെത്തലായിട്ട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പൊതുവിൽ ഇത് കണ്ടു നിന്ന കാണികൾ പറയുന്നത് അവരങ്ങനെയൊന്നും ചെയ്തില്ല, അവർ വണ്ടി വളച്ചെടുത്തോണ്ട് പോയതാണ്, ഇവൻ മനഃപൂർവ്വം വെടിവെച്ചതാണ് എന്നുള്ള ആരോപണമാണ് അവിടെ കണ്ടു നിന്ന കാണികൾ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രതിഷേധം രൂപപ്പെട്ടു മിനിയാപോളിസിൽ. അങ്ങനെ പ്രതിഷേധം കുറച്ചുകൂടെ ശക്തിപ്പെടാണ്ട് 10,000-ലധികം ആൾക്കാർ ഗവൺമെന്റിന്റെ ICയുടെ ഈ നിലപാടിനെതിരെ പ്രതിഷേധിച്ചതായിട്ടാണ് വാർത്തകൾ വരുന്നത്. നമുക്ക് വീഡിയോ ഫൂട്ടേജസിലും അങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഗവൺമെന്റ് ഇപ്പൊ ഇതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് തീവ്രവാദം എന്നുള്ള നിലയിലാണ് ഈ ലേഡിയുടെ മേളിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അവര് ഒരു ഡൊമസ്റ്റിക് തീവ്രവാദിയാണെന്നാണ് മുദ്ര കുത്തുന്നത്. തികച്ചും അവര് ഇമിഗ്രന്റ് ആണ്, അല്ലാതെ അവര് അമേരിക്കൻ സിറ്റിസൺ അല്ല. അതും കൂടി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴത്തേക്കും ഈ പ്രതിഷേധക്കാർ ഇപ്പൊ കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇവര് അമേരിക്കൻ ഫ്ലാഗ് കത്തിക്കുക, ഇമാതിരിയുള്ള പ്രവൃത്തികളൊക്കെയാണ് ഈ ഇല്ലീഗൽ ഇമിഗ്രന്റുകൾ അവിടെ കാണിക്കുന്നത്. ഒന്നാമതേ ആ രാജ്യത്തിനകത്ത് നിങ്ങൾ നിൽക്കുന്നത് നിയമവിരുദ്ധമാണ്. അതിന്റെ ഇടയ്ക്ക് ആ രാജ്യത്തിന്റെ ഫ്ലാഗും കൂടി എടുത്ത് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള മോശപ്പെട്ട പ്രവൃത്തിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയുടെ പതാക എടുത്ത് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് അമേരിക്ക ആയാലും ഏത് രാജ്യമായാലും അവരുടെ പതാക എടുത്ത് കത്തിക്കുക എന്ന് പറഞ്ഞാൽ നല്ല പരിപാടിയല്ല. അഥവാ നിങ്ങൾക്ക് ആ രാജ്യത്തിനോട് താല്പര്യമില്ല, ആ രാജ്യത്തിൽ നിൽക്കാൻ യാതൊരുവിധ ഇഷ്ടവുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇറങ്ങിപ്പോണം, മടങ്ങിപ്പോണം. ഇന്ത്യക്കുള്ളിൽ ഒരുത്തൻ ഈ പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ അവൻ ഇന്ത്യ വിട്ടു പോകണം എന്നാണ് എന്റെ അഭിപ്രായം. അതുപോലെ തന്നെ അമേരിക്കയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ പ്രവൃത്തിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അമേരിക്ക വിട്ടു പോകണം. കാരണം നിങ്ങൾ ഓൾറെഡി ഇല്ലീഗലാണ്. ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇമാതിരിയുള്ള പ്രവർത്തികളൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഇല്ലീഗൽ എമിഗ്രന്റുകൾ ഈ രീതിയിലുള്ള പ്രവർത്തികളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഒരു വിധത്തിൽ ഈ പോലീസുകാരെ അല്ലെങ്കിൽ ഈ IC ഉദ്യോഗസ്ഥരെ, IC സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിക്കുന്നത്. അതും കൂടി നമ്മൾ ഇതിനകത്ത് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പൊ എന്തായാലും ഗവൺമെന്റ് ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോളിഷ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപ് തന്നെ ഇപ്പൊ ഈ കുറ്റം ആ ലേഡിയുടെ മേളിലാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ലേഡി മരണപ്പെട്ടിട്ടുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് കൊലപാതകം തന്നെയാണ്. പക്ഷെ ആ കൊലപാതകത്തിന് വേറെ രീതിയിൽ ആ കൊലപാതകത്തിന്റെ അലിഗേഷൻസ് ഗവൺമെന്റിന്റെ മേലിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഇപ്പൊ ആരോപണങ്ങളെ വഴിതിരിച്ചു വിട്ടിട്ട് അവരെ ഒരു ഡൊമസ്റ്റിക് തീവ്രവാദി എന്ന് മുദ്രകുത്തി ആ കേസ് അങ്ങ് ക്ലോസ് ചെയ്യാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ലിത്വാനിയൻ പ്രസിഡന്റ് ജിറ്റ്നാസ് നുസേഡ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല, ഗ്രീൻലാൻഡിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പുള്ളിക്കാരന്റെ നിലപാട്. അപ്പം പുള്ളിക്കാരന്റെ നിലപാട് ഇതാണെന്നുണ്ടെങ്കിലും ഈ ലിത്വാനിയ എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്നും യൂറോപ്യൻ യൂണിയൻ എന്ന് സംസാരിക്കുന്നതിലുപരിയായിട്ട് പ്രത്യേകിച്ച് ഒരു ഇൻഡിവിജ്വൽ കൺട്രി എന്നുള്ള നിലയിൽ അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ തന്നെ പണ്ട് ബാൾട്ടിക് റീജിയനിൽ കിടന്ന ബാൾട്ടിക് രാജ്യങ്ങൾ, ഇതൊരു സുപ്രഭാതത്തിൽ റഷ്യയുടെ ഭാഗമായിട്ടിരുന്ന രാജ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പൊ എന്നാൽ ഇപ്പൊ നിലവിൽ ഈ അമേരിക്കയുടെ സ്റ്റേറ്റ്മെന്റിന് എന്തെങ്കിലും പ്രാധാന്യമാണോ എന്ന് വെച്ചാൽ
നിലവിൽ അമേരിക്കയെ ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ എതിർക്കുന്നതിലുള്ള സാങ്കേതിക പ്രശ്നം അത് വളരെ വലുതാണ്. അമേരിക്ക ഇപ്പോൾ ഭീഷണി കൊടുത്തിരിക്കുന്നത് നാറ്റോ എന്ന് പറഞ്ഞ സംഘടനയെ ഞങ്ങൾ സഹായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റഷ്യയെ വെച്ചിട്ടും ചൈനയെ വെച്ചിട്ടും യൂറോപ്പിന് പണി കൊടുക്കും. ചൈന ഓൾറെഡി തന്നെ യൂറോപ്പിന് പണി കൊടുക്കാൻ തയ്യാറാണ്. അത് അമേരിക്ക ഒന്നും തന്നെ അതിനകത്ത് ചെയ്യേണ്ടതില്ല. റഷ്യയെ കൊണ്ട് വേണമെങ്കിൽ അമേരിക്കയ്ക്ക് ഇപ്പം യൂറോപ്പിനെതിരെ എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിടാനും സാധിക്കും. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ മതി, റഷ്യയാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ തൂത്തുപറക്കി വീണ്ടും ആക്രമണങ്ങൾ തുടരും. അപ്പൊ ഈ രീതിയിൽ നെഗോസിയേഷൻ പവർ ഇല്ലാത്ത അവസ്ഥയിലാണ് യൂറോപ്പ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് മാർക്കോ റൂബിയോ പറഞ്ഞത് നെക്സ്റ്റ് വീക്ക് ഞാൻ നെതർലാൻഡുമായിട്ട് ഡാനിഷ് പ്രൈം മിനിസ്റ്ററുമായിട്ട് സംസാരിക്കും, ഫ്രെഡറിക്സനുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ ഒരു തീരുമാനത്തിലെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നെക്സ്റ്റ് 1 or 2 റൗണ്ട് ചർച്ചകൾ തുടർന്നാൽ അമേരിക്ക തീർച്ചയായിട്ടും ഗ്രീൻലാൻഡിനെ എടുക്കുന്നെങ്കിൽ വമ്പൻ ഓഫർ ആയിരിക്കും ഡെൻമാർക്കിന് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ആ ചർച്ചയിൽ സീക്രട്ട് മീറ്റിംഗിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓഫറുകൾ ഡെൻമാർക്ക് സ്വീകരിക്കുന്ന പക്ഷെ ഡെൻമാർക്കിന് കിട്ടിക്കഴിഞ്ഞാൽ ഇതേ ഡെൻമാർക്ക് 2 ആഴ്ച കഴിയുമ്പം വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയും. എന്ത് പറയും? അവർ പറയും ഗ്രീൻലാൻഡ് അമേരിക്കയോടൊപ്പം ഇരിക്കുന്നത് തന്നെയാണ് യൂറോപ്പിന് നല്ലത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഡെൻമാർക്ക് തന്നെ പറയും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവരെല്ലാം യൂറോപ്യൻ യൂണിയൻ എല്ലാം അവർക്ക് എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രീൻലാൻഡ് അല്ല അവർ എന്തും തന്നെ തൂക്കി വിൽക്കാൻ തയ്യാറാകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ഡെൻമാർക്ക് പറഞ്ഞിരിക്കുന്നത് പുതിയ അനൗൺസ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഏത് സമയത്തും ഒരു നെഗോസിയേഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പേ അഗ്രസീവ് ആയിട്ടുള്ള പ്രഷർ അമേരിക്കയുടെ സൈഡിൽ നിന്നും ഉണ്ട്. അത് പ്രത്യേകിച്ച് ട്രംപിന്റെ ഒരു കൾച്ചറാണ്. അപ്പം ആ കൾച്ചർ കൃത്യമായിട്ട് യൂറോപ്പ് സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഡെൻമാർക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു അമേരിക്കൻ സോൾജേഴ്സിനെ ഗ്രീൻലാൻഡിന്റെ സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ കണ്ട ഉടനെ വെടിവെക്കാനുള്ള ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഡെൻമാർക്ക്. ഇതൊക്കെ തന്നെ അമേരിക്കയ്ക്ക് മേളിൽ പ്രഷർ എന്നുള്ള നിലയിലാണ്. നെഗോസിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാണ്. 2 രാജ്യങ്ങളും സെറ്റ് ചെയ്യും. മാർക്കോ റൂബിയോ ഇതുവരെ ഡെൻമാർക്കിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ല ചർച്ച നടത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന് മുമ്പേ പത്രസമ്മേളനത്തിലൂടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഡെൻമാർക്കുമായിട്ട് ചർച്ച നടത്തുന്നത്. അപ്പൊ ഇത് ഡെൻമാർക്കിന്റെ പ്രൈം മിനിസ്റ്റർ കൃത്യമായിട്ട് ഇതിനെ ഗണ്ണിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഡെൻമാർക്കിന്റെ പ്രസിഡന്റ് ഇന്ന് ഗ്രീൻലാൻഡ് സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ ഡെൻമാർക്ക് ഇപ്പം തകൃതിയായിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. എനിവേ നമുക്ക് കണ്ടിരിക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഡെൻമാർക്ക് തന്നെ ഇത് തനിയെ കൊടുക്കും ഈ ഗ്രീൻലാൻഡിന്, അല്ലാതെ അവർക്ക് വേറെ നിവൃത്തിയില്ല. വെനിസുലയെ തന്നെ ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഏതൊക്കെ രാജ്യങ്ങൾ വെനിസുലയെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. പക്ഷേ നിക്കോളാസിനെ എടുത്തുകൊണ്ട് പോയ സമയത്ത് ഒറ്റ മനുഷ്യന്മാരിപ്പില്ലല്ലോ സപ്പോർട്ട് ചെയ്യാൻ. അത് തന്നെ അവസ്ഥ. ഇപ്പൊ നാളെ ഗ്രീൻലാൻഡിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെയും ഇത് തന്നെയാണ് അവസ്ഥ. ഗ്രീൻലാൻഡിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റേത് അസറ്റ് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ രണ്ടാണ്. ഗ്രീൻലാൻഡിലും അസറ്റ് കൊള്ളയടിക്കാൻ തന്നെയാണ്. കാരണം അവിടെ അമേരിക്കയുടെ കീഴിൽ പോയി കഴിഞ്ഞാൽ അമേരിക്ക അവിടെ റിസർച്ച് അനാലിസിസ് വർക്കുകളൊക്കെ നടത്തി R&D വർക്കൊക്കെ നടത്തിയിട്ട് അവിടുത്തെ റെയർ എർത്ത് എലമെന്റ്സ് ഒക്കെ ചുരണ്ടാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഒരുക്കുന്നത്. അത് വേറെ വിഷയം. എന്തായാലും രണ്ടും 2 തരത്തിലാണ്. ശരി, കോൺസെപ്റ്റ് രണ്ടാണ്. വെനിസ്വേല അമേരിക്കയ്ക്ക് ഹാംഫുൾ ആണ് എന്നുള്ളതാണ് അമേരിക്കയുടെ സ്റ്റേറ്റ്മെന്റ്. പക്ഷേ ഗ്രീൻലാൻഡ് ഹാംഫുൾ അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇല്ല, അങ്ങനെ ഒരു ക്ലെയിം അമേരിക്കയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. അവരെ തികച്ചും അമേരിക്ക എന്ന രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഗ്രീൻലാൻഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. ഇനി ട്രംപിന്റെ പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞാൽ ഓയിൽ മാർക്കറ്റിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗ്രീൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം നെഗേറ്റ് ചെയ്ത് കളയുകയാണ് അമേരിക്ക. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെതിരെ ചൈന ശക്തമായിട്ട് പ്രതികരിക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചൈന അവരുടെ റോബോട്ടിക് സിസ്റ്റം ആയിക്കോട്ടെ, അതേപോലെ തന്നെ അവരുടെ ഇലക്ട്രോണിക് വാഹനങ്ങളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ചീപ്പർ ക്വാളിറ്റിയിൽ ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റ് ചൈന എയിം ചെയ്യുന്നുണ്ട്, ആഫ്രിക്ക മാർക്കറ്റ് ചൈന എയിം ചെയ്യുന്നുണ്ട്, ലാറ്റിൻ അമേരിക്കൻ മാർക്കറ്റ് ചൈന എയിം ചെയ്യുന്നുണ്ട്, അതേപോലെ സെൻട്രൽ ഏഷ്യ എയിം ചെയ്യുന്നുണ്ട്. ഇത്രയും മാർക്കറ്റുകളിലും ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കും. അപ്പൊ ചൈനയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ മിനിമം പരിധി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 400 കിലോമീറ്റർ ഒറ്റ ചാർജിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സൗത്ത് കൊറിയയും ചൈനയും തമ്മിൽ നല്ല രീതിയിലുള്ള ടൈപ്പിൽ പോകാൻ തീരുമാനമായിട്ടുണ്ട്. സൗത്ത് കൊറിയയിൽ പുതിയ ബാറ്ററി സിസ്റ്റം, അത് വളരെ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബാറ്ററി സിസ്റ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ അവർ മാർക്കറ്റിൽ കൊണ്ടുവരും. അമേരിക്ക നടത്തുന്നത് ഡെത്ത് ഓർ ലൈഫ് പോരാട്ടമാണ്. അത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വേറൊന്നുമില്ല, ഈ ഇത്രമാത്രം ഓയിൽ ശേഖരം. ഇപ്പൊ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് റഷ്യൻ ഓയിൽ ആരൊക്കെ വാങ്ങിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഞാൻ 500% താരിഫ് ഇടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് പ്രാക്ടിക്കൽ അല്ല. ഈ 500% താരിഫിന്റെ ഭീഷണിയും നാടകങ്ങളൊക്കെ പണ്ടേ നമ്മൾ കണ്ടതാണ്. അത് പ്രാക്ടിക്കൽ അല്ല. ഒന്നാമത്തെ കാര്യം, ഈ 500% താരിഫ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കിയിട്ട് ഏതാണ്ട് 200% താരിഫിന് തന്നെ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ചൈനയുടെ റെയർ എർത്ത് എലമെന്റ്സ് വേണം എന്നുള്ള രീതിയിൽ മുട്ടുമടക്കി ആ ഒരു താരിഫ് യുദ്ധത്തിൽ തോറ്റ് തുന്നം പാടിയ രാജ്യമാണ് അമേരിക്ക. ഇനിയും വേണമെങ്കിൽ ചൈനയ്ക്ക് റെയർ എർത്ത് എലമെന്റ്സിൽ ഒരു ഡോമിനൻസ് ഉണ്ട്. അത് അവർക്ക് ഇപ്പോഴും തടഞ്ഞു വയ്ക്കാൻ സാധിക്കും. അപ്പൊ ആ സാഹചര്യത്തിൽ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് രാജ്യങ്ങളുടെ പേര്. ഇന്ത്യ, ചൈന, ബ്രസീൽ, ബ്രിക്സ് രാജ്യങ്ങളെയാണ് എയിം ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, യൂറോപ്പ് ഒരു സൈഡിൽ ഗ്ലോബൽ സൗത്തിനെതിരെ നിലപാടെടുക്കുമ്പോൾ, അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിന് തുരത്താൻ പാടില്ല, നിങ്ങളുടെ ഇന്റർഫെറൻസ്
ഇന്ത്യ ചൈനയുടെ ഇന്റർഫെറൻസ് ആഫ്രിക്കയുടെ ഉള്ളിൽ നിന്നും യൂറോപ്പിനെ അകറ്റുന്നു. ഈ ഒരു കൺസേൺ യൂറോപ്പിന് വന്നിട്ടുണ്ട്. അത് ഫ്രാൻസ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറെ ആ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഫ്രാൻസ് ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഗ്ലോബൽ സൗത്ത് ലീഡർഷിപ്പിനോടുള്ള വിയോജിപ്പ്. അതായത് ലോകത്തിനെ ചേരിതിരിക്കണ്ട, ഞങ്ങൾ വെസ്റ്റ് ആയിട്ട് തന്നെ നിന്നോളാം. അവർക്ക് ചേരികളാവാം, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രസ്റ്റീജ് ആവാം, പക്ഷേ മറ്റുള്ളവർക്കൊന്നും പാടില്ല. അതാണ് ഫ്രാൻസ് മുന്നോട്ട് വെക്കുന്ന ആശയം. എനിവേ അവർക്ക് അവരുടേതായിട്ടുള്ള ആശയങ്ങളുണ്ട്, അത് നടക്കട്ടെ. പക്ഷെ ഇന്ത്യ അതിനെ എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. അതേപോലെ ബ്രിക്സിനെതിരെയാണ് ഇപ്പൊ ആഞ്ഞടിക്കുന്നത്. ഞാൻ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ബ്രിക്സിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ജിയോ പൊളിറ്റിക്സ് തുടർച്ചയായിട്ട് കാണുന്നവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഇപ്പൊ ബ്രിക്സ് രാജ്യങ്ങൾ അതിനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബ്രസീൽ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ഇന്ത്യയുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. റഷ്യയുമായിട്ട് എണ്ണ വ്യാപാരം നടത്തി കഴിഞ്ഞാൽ 500% താരിഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിലയൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സാർ ഞങ്ങൾ വാങ്ങിക്കുന്നില്ല, ഞങ്ങൾ ജനുവരി 1-ാം തീയതി മുതലേ നിർത്തിയിരിക്കുകയാണ്. മുൻകൂർ ജാമ്യമൊക്കെ എടുത്തിട്ടുണ്ട് റിലയൻസ് കമ്പനി. ഇൻഫ്ലേഷൻ 500% താരിഫ് ഇടുമ്പോൾ അമേരിക്കയുടെ ഉള്ളിൽ ഇൻഫ്ലേഷൻ വർദ്ധിക്കും, അത് ക്രമാതീതമായി വർദ്ധിക്കും, അത് ട്രംപിന് ദോഷം ചെയ്യും വീണ്ടും. എനിവേ അതൊരു സൈഡിൽ ഇരിക്കുമ്പോൾ തന്നെ അടുത്ത് നമ്മൾ കവർ ചെയ്യേണ്ടത്, അടുത്ത മിഡിൽ ഈസ്റ്റിൽ നമ്മൾ 2-3 വാർത്തകൾ കവർ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്ന്, ജോർദാനും ഇസ്രായേലും തമ്മിൽ ബോർഡർ എക്സ്പാൻഷൻ. ജോർദാൻ ഇസ്രായേൽ ബോർഡറിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് മൈനും പൊട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് ഡിസ്പോസ് ചെയ്തിരിക്കുകയാണ്. ആ മൈൻ ഡിസ്പോസ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. തുടർച്ചയായിട്ട് ജോർദാൻ ഇസ്രായേൽ ബോർഡറിൽ ഇത്രയും നാളും വെച്ചിരുന്ന മൈനുകൾ ഉണ്ടായിരുന്നു. ആ മൈനാണ് ഇപ്പൊ കളഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ജോർദാനും ഇസ്രായേലും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധം വരുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ജോർദാനികൾ ഒരു 60% പാലസ്തീനികളാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. 60% ജോർദാനിയൻസ് ആർ പാലസ്തീനിയൻസ്. അവരുടെ ഉള്ളിൽ ഇസ്രായേലിനെതിരെയുള്ള വൈരാഗ്യമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ജോർദാനിൽ നിന്നും വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിലേക്ക് കടന്നു കയറി വന്നിട്ട് ആക്രമണങ്ങൾ നടത്തുന്നതും, അതുപോലെ പല മേഖലകളിലും ജോർദാനികൾ ഇങ്ങനെ കടന്നു വന്ന് ആക്രമണം നടത്തും. പക്ഷേ യഥാർത്ഥത്തിൽ ആക്ച്വലി അവർ ജോർദാനീസ് അല്ല, കറാക്കീസ് അല്ല, ജോർദാനീസ് അല്ല, അവരൊക്കെ തന്നെ പാലസ്തീനികളാണ്. ഇസ്രായേലിന്റെ ഈ നടപടി ശരിയാണോ എന്നുള്ളത് ഇസ്രായേൽ തന്നെ ചിന്തിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. എനിവേ അവർ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫ്രണ്ട്ലി ബോർഡർ ആക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഈ മൈനുകളെല്ലാം പൊട്ടിത്തെറിപ്പിച്ചിട്ട് ഇസ്രായേൽ ഫെൻസിങ് അടിക്കും കൊണ്ടുവരും, പക്ഷെ അവിടെ മൈൻ ഉണ്ടാവില്ല. അതും കൂടി നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം. അപ്പൊ കടന്നു കയറണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കടന്നു കയറാം എന്നുള്ളത്. ഇപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഈ ഒരു ടാക്ടിക്സ് ഉപയോഗിക്കുന്നത് നമുക്ക് അറിയില്ല. ഇനി ജോർദാന്റെ ഉള്ളിലുള്ള പാലസ്തീനികളെയും ഇസ്രായേൽ എയിം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വിദൂര ഭാവിയിലെങ്കിലും നോക്കിക്കാണേണ്ട വിഷയമാണ്. ഇറാന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഈ പ്രതിഷേധകരില്ലേ, പ്രതിഷേധിക്കുന്ന ആൾക്കാർ, ഈ ജൻസി പ്രൊട്ടസ്റ്റ് എന്നൊക്കെ പറയുന്നത്, അവരുടെ കയ്യിലും ഇപ്പൊ ആയുധം എത്തിയിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് എത്തി, എങ്ങനെ എത്തി എന്ന് നമുക്കറിയില്ല. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. അവരിപ്പോ തിരിച്ച് അതായത് പോലീസിനെ അവർ വെടിവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ IRGC ഉദ്യോഗസ്ഥരെ വെടിവെക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം വെടിവെക്കും. ഇറാന്റെ IRGC ഭരണകൂടം മാത്രമാണ് പൊതുജനങ്ങളെ വെടിവെക്കുന്നത് എന്ന് പറയേണ്ടതില്ല. ഇപ്പൊ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും വെടിവെക്കാണ്. ഇത് നമ്പർ 1 പോയിന്റ് നോട്ട് ചെയ്തോളൂ. ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും കലാപങ്ങളാണ്, ഈ രീതിയിലുള്ള വെടിവെപ്പുകളാണ് നടക്കുന്നത്. ഇതിനെ തുടർന്ന് സുലൈമാനിയില്ലേ, കാസിം സുലൈമാൻ, ഈ കാസിം സുലൈമാനിയുടെ സ്റ്റാച്ചു എവിടെയൊക്കെ ഉണ്ടോ ആ സ്റ്റാച്ചു എല്ലാം തന്നെ ഈ പ്രതിഷേധകർ അടിച്ച് പൊട്ടിച്ചങ്ങ് കളയാണ്. ഇതാണ് ഇപ്പം ഇറാന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇറാന്റെ സകല പദ്ധതികളും പൊളിഞ്ഞിരിക്കുകയാണ്. $7 വെച്ചിട്ട് വീക്ക്ലി കൊടുക്കാം, ചെക്കായിട്ട് കൊടുക്കാം, നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് പൈസ വിഡ്രോ ചെയ്ത് പർച്ചേസ് നടത്താം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ഉടായ്പകളും IRGC ഭരണകൂടം ശ്രമിച്ചെങ്കിലും എല്ലാം പരാജയപ്പെടുന്ന സാഹചര്യമാണ്. ഭരണകൂടം റേസ പേലവി പറഞ്ഞിരിക്കുന്നത് ഇറാനിയൻ ഭരണകൂടം ഈ IRGC റെജിം ഒളിച്ചോടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള ഒരു പ്രഡിക്ഷൻ. അത് പ്രഡിക്ഷൻ ഒന്നുമില്ല, അത് യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭരണകൂടം തകർച്ചയിലേക്ക് പോകുന്നെങ്കിൽ ഇമാതിരിപ്പെട്ട ഡിക്റ്റേറ്റർഷിപ്പ് മാതൃകയിൽ ഭരിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ, ഡെമോക്രസി ആണെങ്കിലും അവിടെ സുപ്രീം ലീഡർ എന്ന് പറയുന്നത് ഒരു ഡിക്റ്റേറ്റർ പൊസിഷനാണ്, അതും റിലീജിയസ് ഡിക്റ്റേറ്റർ പൊസിഷനാണ്. അപ്പം ആ പൊസിഷനിൽ ഇരിക്കുന്ന രാജ്യങ്ങൾ ഇതേപോലത്തെ അവസ്ഥയിലേക്ക് തള്ളപ്പെടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അസാദിന് സംഭവിച്ചത് തന്നെയാണ്. അസാദിനെ പിന്തുണച്ചിരുന്ന ഇറാൻ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. യമന്റെ ഉള്ളിൽ സൗദി അറേബ്യ ഏദൻ എന്ന് പറഞ്ഞ ആ ഒരു പോർട്ട്, യമനിലുള്ളതിൽ തന്നെ ഏറ്റവും വലിയ പോർട്ടാണ് ഏദൻ പോർട്ട്. ആ ഏദൻ പോർട്ട് കൈയടക്കിയിരിക്കുകയാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. സൗദി അറേബ്യ തീർച്ചയായിട്ടും UAE ഫോളോ ചെയ്ത് ടാക്കിൾ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്കറിയില്ല. യമനിൽ മാത്രമല്ല UAE തെരഞ്ഞുപിടിച്ച് പുറകെ നടന്ന് ഉപദ്രവിക്കുന്നത് സൗദി അറേബ്യ. ഇപ്പം ഇന്നലെ സൊമാലിയയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സൊമാലിയയിലും UAEക്ക് നല്ല രീതിയിലുള്ള സ്റ്റേക്ക് ഉണ്ട്. അവിടെയും UAEക്കെതിരെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സൗദി അറേബ്യ. അതുപോലെ തന്നെ ഇന്നലെ അൾജീരിയയിൽ നിന്നും UAE പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾക്ക് തുടക്കം കുറിച്ചതും സൗദി അറേബ്യ. അതുപോലെ സുഡാൻ ഇപ്പൊ ഇന്ന് സന്ദർശിക്കുകയാണ് സൗദി അറേബ്യ. സുഡാനിലും കൃത്യമായിട്ട് UAEയുടെ സാന്നിധ്യമുണ്ട്. ഓൾറെഡി തന്നെ സുഡാന്റെ വിഷയം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ 2-3 എപ്പിസോഡുകളായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ UAE ബാക്ക്ഡ് ഫോഴ്സ് ഉണ്ട്, ഗവൺമെന്റ് ബാക്ക്ഡ് ഫോഴ്സ് ഉണ്ട്, UAE ബാക്ക്ഡ് ഫോഴ്സ് ഉണ്ട്. അവിടെയും UAEക്കെതിരെ നിലപാടെടുക്കാൻ സൗദി അറേബ്യ സുഡാന്റെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട SDF, സുഡാൻ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയെ പിന്തുണച്ചുകൊണ്ട് അവിടെ എത്തിയിരിക്കുകയാണ്.
എവിടെയൊക്കെ UAE തേർഡ് പാർട്ടി മെർസനറീസിനെ വെച്ചിട്ട് യുദ്ധം ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം സൗദി അറേബ്യ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായി തീർന്നത് ഈ ഇടപെട്ട കാലത്ത് അബുദാബിയിൽ നിന്നും ഷെയ്ഖ് അൽ നഹ്യാൻ പാകിസ്ഥാൻ സന്ദർശിച്ചതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അതിന്റെ ഇടയിൽ സീക്രട്ട് ആയിട്ട് പാകിസ്ഥാനുമായിട്ട് പല രീതിയിലുള്ള ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. അവിടെയെല്ലാം ഈ യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതേപോലെ ആഫ്രിക്കയിലെ സഹൽ റീജിയനിൽ ലൈബീരിയയിൽ പാകിസ്ഥാന്റെ ഇടപെടൽ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിയോജിപ്പ് UAE രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് സൗദി അറേബ്യ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. പാകിസ്ഥാനെ ഒരുപക്ഷെ ഇതിനകത്ത് ഇടപെടണ്ട എന്നുള്ള രീതിയിൽ UAE പറഞ്ഞിട്ടുണ്ടാവും. ആ മെസ്സേജ് നൈസിന് പാകിസ്ഥാൻ വിഴുങ്ങാതെ നേരെ MBSന് മുന്നിൽ ഛർദ്ദിച്ചിട്ടുണ്ട്. അത് സംഭവിച്ചതിനെ തുടർന്നാണ് ഈ രീതിയിലുള്ള മാറ്റങ്ങൾ നടക്കുന്നതായി UAEക്ക് ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ ഓപ്പൺ ആയിട്ട് രംഗത്തിറങ്ങിയതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും കുറെ രസകരമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ് ആണ് ഞാൻ ഇതിനകത്ത് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.